ഓം ഭദ്രകാളിയേ നമ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് മഹാശനിമാറ്റത്തെ പറ്റിയാണ്. മഹാശനിമാറ്റം സംഭവിക്കുന്നത് 2025 മാർച്ച് മാസം 29 തീയതിയാണ്. ഈ ഒരു ശനിമാറ്റത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ശനി 30 വർഷങ്ങൾക്ക് ശേഷം മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്ന കാലമാണ്. മീനം രാശിയുടെ അധിപൻ എന്ന് പറയുന്നത് തന്നെ വ്യാഴമാണ്. പ്രപഞ്ചത്തിൻ്റെ ഗുരു, മഹാവിഷ്ണുവിനെ കുറിക്കുന്ന ഗ്രഹമാണ് വ്യാഴം. ആ വ്യാഴം രാശിയുടെ അധിപനായിട്ടുള്ള മീനം രാശിയിലേക്കാണ് ശനിയുടെ രാശിമാറ്റം നടക്കുന്നത്. അതും 30 വർഷങ്ങൾക്ക് ശേഷമാണ് ആ രാശിമാറ്റം സംഭവിക്കുന്നത്. ഇനി ശനി ഭഗവാൻ മീനം രാശിയിലേക്ക് എത്തണമെങ്കിൽ ഇനി ഒരു 30 വർഷങ്ങൾക്ക് ശേഷമാകും അത് സംഭവിക്കുക. അപ്പോൾ ഈ അടുത്തിടെയൊക്കെ നടന്ന കഴിഞ്ഞ ശനിമാറ്റങ്ങളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ശനിമാറ്റത്തിന് അത്രമേൽ വലിയ പ്രാധാന്യമാണുള്ളത്. പ്രപഞ്ചത്തിൻ്റെ ഗുരുവായ വ്യാഴത്തിൻ്റെ രാശിയിലേക്ക് ശനി വരുമ്പോൾ അത് ശനിയെ സംബന്ധിച്ച് ഒരു ക്ഷേത്രത്തിലേക്ക് കടന്നു ചെല്ലുന്നത് പോലെയുള്ള അനുഭവമാണ്. ശനി എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ തന്നെ ഒരു പാപഗ്രഹമാണ്. എന്നാൽ ചില രാശി, ചില ലഗ്നങ്ങളിൽ ജനിക്കുന്നവർക്ക് ശനി പൂർണ്ണ ശുഭനുമാണ്. പൊതുവെ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും വലിയ പാപനായ ശനി പ്രപഞ്ചത്തിൻ്റെ പൂർണ്ണ ശുഭനായ ഗുരുവായ വ്യാഴത്തിൻ്റെ രാശിയിലേക്ക് ചെല്ലുമ്പോൾ ഒരു ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന അനുഭവമാണ്. ഈ ഒരു ശനിമാറ്റത്തിൻ്റെ പ്രത്യേകത തന്നെ ഇതാണ്. അതിനാൽ ഈ ഒരു ശനിമാറ്റം 12 രാശികളിൽപ്പെട്ട ഒരു 5 രാശിക്കാരെ സംബന്ധിച്ച് രാജയോഗ ഫലങ്ങളും കോടീശ്വര യോഗം എന്നൊക്കെ പറയുന്നത് പോലെ സാമ്പത്തികപരമായിട്ട് അത്യുന്നതിയിൽ ജീവിത നിലവാരം തന്നെ മാറ്റുന്ന തരത്തിൽ ഒരുപാട് വലിയ നന്മകൾ, നേട്ടങ്ങൾ നൽകുന്ന ഒരു ശനിമാറ്റമാണ്. ഏതൊക്കെ രാശികളിൽപ്പെട്ട നക്ഷത്ര ജാതകർക്കാണ് ഈ ഒരു ശനിമാറ്റം അനുഭവത്തിൽ വരുന്നത് എന്ന് നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളുടെ ജാതകപ്രകാരം, പലരും യൂട്യൂബിലും മറ്റും വേറെ രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അത് പാടില്ല. അവരവരുടെ സ്വന്തം ജനന ജാതകത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കണം. ജാതകവശാൽ ശനിയുടെ ദശ ഇപ്പോൾ നിങ്ങൾക്ക് നടക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിൽ ശനിയുടെ അപഹാരമാണോ നടക്കുന്നത്, ശനി ശുഭനാണോ പാപനാണോ, ജാതകത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നോക്കി അതിന് വേണ്ട പരിഹാരങ്ങൾ കൂടി ചെയ്ത് മുന്നോട്ട് പോയാൽ വലിയ മാറ്റങ്ങൾ, നന്മകളാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതും ഈ ഒരു ശനിമാറ്റത്തിൽ കൂടെ. ഇനി ഏതൊക്കെ രാശിയിൽപ്പെട്ട വ്യക്തികൾക്കാണ് ഈ ശനിമാറ്റം സർവ്വ ഐശ്വര്യങ്ങളും നൽകുന്നത് എന്ന് നോക്കാം. ഇടവം രാശിക്കാരായ കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഈ ഒരു ശനിമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾ, നന്മകളാണ് നിങ്ങൾക്ക് നൽകുന്നത്. 30 വർഷങ്ങൾക്ക് ശേഷം ശനി മീനം രാശിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഇടവം രാശിക്കാർക്കത് 11ാം ഭാവമായ സർവാഭീഷ്ട സ്ഥാനമായിട്ടുമാണ് വരുന്നത്. ജീവിതത്തിലെ സർവ്വ ദുഃഖങ്ങളും ദുരിതങ്ങളും പൂർണ്ണമായി ഇടവം രാശിക്കാരെ വിട്ടുമാറും. നിങ്ങളുടെ ജീവിതത്തിൽ അത്രമേൽ സൗഭാഗ്യം, സുഖങ്ങൾ, സന്തോഷം ലഭിക്കുന്ന സമയം. ഭാഗ്യാനുഭവങ്ങൾ, ഈശ്വരാനുഗ്രഹങ്ങൾ വളരെയധികം വന്നു ചേരും. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഏറ്റവും വലിയ മാറ്റങ്ങൾ, നേട്ടങ്ങളാണ് ഇടവം രാശിക്കാർക്ക് ഈ ഒരു ശനിമാറ്റം നൽകുന്നത്. സാമ്പത്തികമായിട്ട് വളരെയധികം ഉയർച്ചയിൽ, ഉന്നതിയിലെത്തും. എത്ര വലിയ കടബാധ്യതകൾ, പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികളുണ്ടെങ്കിലും അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കർമ്മമേഖല വളരെയധികം ഉന്നതിയിലെത്തും. സ്വന്തം ജോലി, ബിസിനസ്സിലൊക്കെ ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാകും. ജീവിതത്തിൽ ഈ ഒരു കാലഘട്ടം സർവ്വ ഐശ്വര്യങ്ങളുമായിരിക്കും നിങ്ങൾക്ക് നൽകുന്നത്. ഇത്രയും കാലം ഇല്ലാത്തൊരു ധനവരവ്, ഒരു സാമ്പത്തിക ലാഭം നിങ്ങളിലേക്ക് വന്നു ചേരും. സ്വന്തമായി നിങ്ങൾക്ക് നല്ല സമ്പാദ്യമുണ്ടാകും. സ്വന്തമായി ഭൂമി, ഗൃഹയോഗങ്ങൾ വന്നു ചേരുന്ന കാലമാണ്. നല്ല അനുയോജ്യമായ വിവാഹം നടക്കും. ദാമ്പത്യ കുടുംബജീവിതം, കുടുംബത്തിൽ സന്തോഷം, സമാധാനം, അങ്ങനെയുള്ള എല്ലാവിധത്തിലുള്ള നേട്ടങ്ങളും നിങ്ങൾ ഇടവം രാശിക്കാർക്ക് കൈവരുന്ന കാലമാണ് 2025 മാർച്ച് മുതൽ ആ മഹാശനിമാറ്റം നൽകുന്നത്. രാജയോഗ തുല്യമായിട്ടുള്ള ഫലങ്ങളും സാമ്പത്തികമായിട്ട് അത്രമേൽ ഉന്നതിയിൽ എത്തുന്ന കാലവുമാണ് നിങ്ങളെ സംബന്ധിച്ച്. ശനി എന്ന് പറയുന്ന ഗ്രഹം ഇടവം രാശിക്കാരെ സംബന്ധിച്ച് യോഗകാരകനായ ഗ്രഹമാണ്. ആ യോഗകാരകനായ ഗ്രഹം നിങ്ങൾക്ക് 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലം നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുഃഖ ദുരിതങ്ങളും കഷ്ടതകളും വിട്ടുമാറി ജീവിതത്തിൽ സർവൈശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും സമ്പൽ സമൃദ്ധിയും നൽകും. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇടവം രാശിക്കാർക്ക് അത്യുന്നതമായ ഫലങ്ങളാണ് ലഭിക്കുക.
ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങൾ ഇടവം രാശിക്കാർക്ക് ഈ ഒരു മഹാശനിമാറ്റം എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കർക്കിടകം രാശിക്കാരായ പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈയൊരു ശനിമാറ്റം ഭാഗ്യസ്ഥാനമായ 9-ാം ഭാവത്തിലേക്കാണ് ശനി വരുന്നത്. അഷ്ടമശനി ദോഷം പൂർണ്ണമായിട്ട് വിട്ടുമാറി ശനി ഭാഗ്യസ്ഥാനത്ത് വരും. ഭാഗ്യസ്ഥാനമെന്ന് പറയുമ്പോൾ ശനി മീനം രാശിയിലേക്ക് വരുമ്പോൾ മീനം രാശി എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ രാശി ആയതുകൊണ്ടും വ്യാഴം നിങ്ങൾക്ക് ഭാഗ്യാധിപതിയുമാണ്. അപ്പോൾ ഭാഗ്യാധിപതിയായ വ്യാഴത്തിൻ്റെ രാശിയിലേക്ക് ശനി വരുമ്പോൾ അത് നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനമായിട്ടാണ് വരുന്നത്. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് ഒറ്റ വാക്കിൽ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധ ബുദ്ധിമുട്ടുകളും വിട്ടുമാറുന്ന ഒരു കാലത്തിൻ്റെ ആരംഭമാണ്. സർവ്വ ഐശ്വര്യങ്ങളുമാണ് നിങ്ങൾ കർക്കിടകം രാശിക്കാർക്ക് ഫലമായി ലഭിക്കുന്നത്. ആരൊക്കെയാണോ കടബാധ്യതകൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്നത്, അത് എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധികളാണെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായി തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. അത്രമേൽ വലിയൊരു ഈശ്വരാനുഗ്രഹം, നന്മയാണ് ലഭിക്കുന്നത്. സാമ്പത്തികപരമായിട്ട് വളരെയധികം ഉയർച്ച നിങ്ങൾ കർക്കിടകം രാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്ന സമയമാണ്. അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ, രോഗദുരിതങ്ങൾ, ആശുപത്രിവാസങ്ങൾ, ഇങ്ങനെയുള്ള കഷ്ടതകളിൽ കൂടെ കടന്നു പോകുന്ന കർക്കിടകം രാശിക്കാർക്ക് അതിൽ നിന്നൊക്കെ പൂർണ്ണ മോചനം ലഭിച്ച് നിങ്ങളുടെ ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം, ഉന്മേഷം ലഭിക്കുന്ന സമയം. മനസ്സിന് സമാധാനം, സന്തോഷം, സുഖം വന്നു ചേരും. അതുപോലെ തന്നെ നിങ്ങൾ നേരിടുന്ന എതിർപ്പുകൾ, ശത്രുതകൾ, ഇതൊക്കെ നിങ്ങളെ വിട്ട് പൂർണ്ണമായി മാറും. അത് നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലാണ്, അല്ലെങ്കിൽ ബിസിനസ് മേഖലകളിൽ നേരിടുന്ന പ്രശ്നങ്ങളാണ്, കുടുംബത്തിൽ, കുടുംബാംഗങ്ങളുടെ ഇടയിലൊക്കെ, അല്ലെങ്കിൽ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിൽ നേരിടുന്ന പല എതിർപ്പുകളും പ്രശ്നങ്ങളും പൂർണ്ണമായി വിട്ടുമാറി മനസ്സിന് തന്നെ ഒരു സന്തോഷം, സുഖം, സമാധാനം ലഭിക്കുന്ന സമയം. കേസ് വഴക്കുകൾ, അങ്ങനെയുള്ള വ്യവഹാരങ്ങളിൽ കൂടെ, കോടതി കേസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരിക, അതൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറുന്ന അനുഭവം ഉണ്ടാകും. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് നല്ല ഈശ്വരാനുഗ്രഹം, ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹത്താൽ, ഭാഗ്യത്താൽ എല്ലാ നന്മകളും വന്നു ചേരും. ആ പരിശ്രമങ്ങൾക്കൊക്കെ ഒരു പൂർണ്ണ ഫലം ലഭിക്കും. നല്ല സാമ്പത്തിക ഉയർച്ച, ജീവിതത്തിൽ ഒരുപാട് നന്മകൾ, നേട്ടങ്ങളാണ് കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് ലഭിക്കുന്നത്. വ്യാഴത്തിൻ്റെ രാശിയിലേക്ക് ശനി ഭഗവാൻ വരുന്ന സമയം നിങ്ങളെ സംബന്ധിച്ച് അത് ഭാഗ്യസ്ഥാനമായതുകൊണ്ട് ജീവിതത്തിൽ എല്ലാ നന്മകളുമാണ് നിങ്ങൾ കർക്കിടകം രാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്നത്. അതൊരു നല്ല ജോലി, നല്ല ദാമ്പത്യം, നല്ല വിവാഹം, സന്താനഭാഗ്യം, എല്ലാ നന്മകളും കർക്കിടകം രാശിക്കാർക്ക് ലഭിക്കുന്ന സമയമാണ്. നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈശ്വരാനുഗ്രഹത്താൽ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയം. ഈ ഒരു അവസരത്തിനെ കർക്കിടകം രാശിക്കാർ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഈ ഒരു സമയം സ്വന്തം ജാതകമൊക്കെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്ന ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ കർക്കിടകം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ശനി ഭഗവാൻ സർവൈശ്വര്യങ്ങളും നൽകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി തുലാം രാശിക്കാരായ ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ മഹാശനിമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ നൽകുന്ന ശനിമാറ്റമായിട്ടാണ് സംഭവിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ കഷ്ടനഷ്ടങ്ങളും ദുഃഖദുരിതങ്ങളും മാറ്റുന്ന തരത്തിലാണ് ഈ ശനിമാറ്റം അനുഭവത്തിൽ വരുന്നത്. ഈശ്വരാനുഗ്രഹമാണ് നിങ്ങൾക്ക് ഈ ശനിമാറ്റത്തിൽ കൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ മംഗളകരമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സമയമാണ്. പൂർവിക വഴിയിൽ ലഭിക്കേണ്ട ഭൂമി, സ്വത്ത് വകകളൊക്കെ കൈകളിലേക്ക് വന്നു ചേരും. തുലാം രാശിയിൽപ്പെട്ട ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ആർക്കൊക്കെയാണോ സ്വന്തമായൊരു ഭൂമി, ഒരു ഗൃഹം വേണമെന്ന് ആഗ്രഹമുള്ളത് അവരെ സംബന്ധിച്ച് മുന്നോട്ടുള്ള സമയം തീർച്ചയായും സ്വന്തമായി ഭൂമി വാങ്ങുവാനുള്ള യോഗം, ഗൃഹം നിർമ്മിക്കുവാനുള്ള യോഗം ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരും. അതുപോലെ മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തീകരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. എല്ലാവിധ തടസ്സങ്ങളും, പ്രയാസങ്ങളും, ബുദ്ധിമുട്ടുകളും നിങ്ങളെ വിട്ടുമാറുന്ന സമയമാണ്. തുലാം രാശിക്കാരെ സംബന്ധിച്ച് ഈ ശനിമാറ്റം നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഒരു സുഖം എന്നുള്ളതാണ്. മാനസികമായി നിങ്ങളെ അലട്ടിയിരുന്ന പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായി വിട്ടുമാറും. മനസ്സിന് നല്ല സന്തോഷം, സമാധാനം, ആത്മവിശ്വാസം നൽകുന്ന തരത്തിൽ നല്ല നല്ല അനുഭവങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് അടിത്തറ നൽകുന്ന തരത്തിലാണ് ഈ ഒരു ശനിമാറ്റം നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നത്. അത്രമേൽ ജീവിതത്തിലെ നിങ്ങൾക്ക്
പ്രയാസങ്ങൾ വിട്ടുമാറുന്ന സമയമാണ്. സാമ്പത്തികപരമായിട്ട് വളരെയധികം ഉയർച്ച നിങ്ങൾക്ക് ലഭിക്കും. ശനി എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ തന്നെ കർമ്മത്തിനെ കുറിക്കുന്ന കർമ്മകാരകനായ ഗ്രഹമായതുകൊണ്ടും തുലാം രാശിക്കാരായ നിങ്ങൾക്ക് അത്രമേൽ ശുഭനായിട്ടുള്ള ഗ്രഹമായതുകൊണ്ടും ഈ ഒരു മഹാശനിമാറ്റം നിങ്ങളെ സംബന്ധിച്ച് കർമ്മസംബന്ധമായിട്ട് വളരെയധികം ഉന്നതിയിൽ ഉയർച്ചയിലെത്തും. അവരവർ ചെയ്യുന്ന ജോലിയിലൊക്കെ ഏറ്റവും ഉന്നതിയിലെത്തുക, കർമ്മത്തിൽ കൂടെ നല്ല ധനവരുമാനം സമ്പാദ്യം ലഭിക്കുക, നല്ല ബിസിനസ്സിലൊക്കെ ഒരു പൂർണ്ണ വിജയം ലഭിക്കുക, പുതിയ ബിസിനസ് തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ സാധിക്കുക. ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങളാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ച്. വിദേശ ജോലി, വിദേശവാസം ഒക്കെ നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. അതുപോലെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങൾ, രോഗദുരിതങ്ങളായിട്ട് അലയുന്നവരുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളെ വിട്ട് പൂർണ്ണമായിട്ട് ഈ ഒരു ശനിമാറ്റത്തോടുകൂടി വിട്ടുമാറും. ശനി എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ ആയുസ്സിനെ കുറിക്കുന്ന ഗ്രഹം കൂടായതുകൊണ്ട് ആയുരാരോഗ്യ സൗഖ്യങ്ങളാണ് തുലാം രാശിക്കാരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ സമയം അനുഭവത്തിൽ വരുന്നത്. നിങ്ങളെ സംബന്ധിച്ച് സർവ്വ ഐശ്വര്യങ്ങളാണ് ഫലം. സ്വന്തമായി ഭൂമി, ഗൃഹം, നല്ല ജോലി, അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് സന്താന ഭാഗ്യം. ഒരുപാട് കാലങ്ങളായി സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്ന തുലാം രാശിയിൽപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് സന്താന ഭാഗ്യം ലഭിക്കുന്ന സമയമാണ്. അതുപോലെ നിങ്ങളുടെ സന്താനങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ സാധിക്കുക, സന്താനങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ച കണ്ട് ഒരു സുഖം, സന്തോഷം ലഭിക്കുക, സന്താനങ്ങൾക്ക് മംഗളകരമായ വിവാഹം നടക്കുക, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ സംഭവിക്കും. മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ. തുലാം രാശിക്കാരെ സംബന്ധിച്ച് വിവാഹത്തിലുണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായി വിട്ടുമാറും. ഒരുപാട് നന്മകൾ, നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ്. തുലാം രാശിക്കാരെ സംബന്ധിച്ച് ഈ മഹാശനിമാറ്റം ജീവിതത്തിലെ സർവ്വ കഷ്ടതകളും അരിഷ്ടതകളും മാറ്റി സർവ്വ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും നൽകുന്ന തരത്തിലാണ് അനുഭവത്തിൽ വരുന്നത്. ഈ സമയം തുലാം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും നിങ്ങളുടെ ജനന ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് ശനിയുടെ ഭാവവും സ്ഥിതിയും ശനിദശ നടക്കുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ വളരെ ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ തുലാം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ശനിമാറ്റം സർവ്വ ഐശ്വര്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി വൃശ്ചികം രാശിക്കാരായ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് ഈ ഒരു മഹാശനിമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടനഷ്ടങ്ങളിൽ നിന്നുള്ള ഒരു മോചനം നൽകുന്ന തരത്തിലാണ് അനുഭവത്തിൽ വരിക. എല്ലാവിധത്തിലും ജീവിത നിലവാരം ഉയർത്തുന്ന തരത്തിലാകും വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരെ ശനീശ്വരൻ അനുഗ്രഹിക്കുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ജീവിതത്തിൽ നിങ്ങൾ നേരിട്ടിരുന്ന തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, മാനസിക വിഷമങ്ങളൊക്കെ വിട്ടുമാറുന്ന തരത്തിൽ നല്ല ഗുണാനുഭവങ്ങൾ വന്നു ചേരും. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് ഒറ്റ വാക്കിൽ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിനുള്ള കാലമാണ് ഈ ഒരു മഹാശനി മാറ്റം നിങ്ങൾക്ക് നൽകുന്നത്. മനസ്സിൽ എന്തൊക്കെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് പൂർണ്ണ വിജയത്തിലെത്തിക്കുവാൻ സാധിക്കും. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇറങ്ങിത്തിരിച്ച കാര്യങ്ങൾക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങളൊക്കെ ഒരുപാട് വൃശ്ചികം രാശിക്കാർക്ക് അനുഭവത്തിൽ വന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങളെ വിട്ട് പൂർണ്ണമായി മാറും. ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും പൂർണ്ണ വിജയമുണ്ടാകും. നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക്, പരിശ്രമങ്ങൾക്ക് 100% വിജയമാണ് നിങ്ങൾക്ക് ലഭിക്കുക. മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ മംഗളകരമായി നടക്കും. മനസ്സിനെ അലട്ടിയിരുന്നതും ആശയക്കുഴപ്പത്തിലാക്കിയിരുന്നതും സ്വസ്ഥതക്കുറവ് നൽകിയിരുന്നതുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും വിട്ടുമാറും. അത് നിങ്ങൾ ചെയ്യുന്ന ജോലി, നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ കർമ്മം മുഖാന്തരമുള്ള പ്രശ്നങ്ങളാണെങ്കിലും, ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളാണെങ്കിലും, ആരോഗ്യപരമായ പ്രശ്നങ്ങളാണെങ്കിലും ഒക്കെ നിങ്ങൾ വൃശ്ചികം രാശിക്കാർക്ക് അതൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറുന്ന സമയമാണ്. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് മനസ്സിനും ശരീരത്തിനും സുഖം, സമാധാനം, സന്തോഷം ലഭിക്കുന്ന സമയം. പ്രത്യേകിച്ച് ശനിമാറ്റം സംഭവിക്കുന്നത് മീനം രാശിയിലേക്കായതുകൊണ്ട് അത് വ്യാഴത്തിൻ്റെ രാശിയാണ്. വ്യാഴം നിങ്ങളെ സംബന്ധിച്ച് ധനകാരകനാണ്. ധനകാരകനായ വ്യാഴത്തിൻ്റെ രാശിയിലേക്കാണ് ശനി രാശി മാറി വരുന്നത്. നിങ്ങൾക്കത് 5ാം ഭാവമായ പൂർവ്വപുണ്യസ്ഥാനമായിട്ടും വരുന്നു. പൂർവ്വപുണ്യസ്ഥാനം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഈശ്വരാനുഗ്രഹം നൽകുന്ന ഭാവം. ആ ഭാവത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ് വ്യാഴം വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ച്. അപ്പോൾ പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ അധിപതിയായ വ്യാഴത്തിൻ്റെ രാശിയായ മീനത്തിലേക്ക് ശനി മാറുമ്പോൾ അത് നിങ്ങൾക്ക് പൂർവ്വപുണ്യസ്ഥാനമായിട്ട് വരുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പറയുന്നത്. പൂർവികപരമായിട്ട് ലഭിക്കേണ്ട ഭൂമി, സ്വത്തുവകൾ ലഭിക്കുക, സന്താനങ്ങളുടെ കാര്യത്തിലുണ്ടായിരുന്ന മാനസിക വിഷമങ്ങൾ മാറുക, സന്താനങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ കാണാൻ സാധിക്കുക, സന്താനങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരിക, കുടുംബത്തിൽ തന്നെ സന്തോഷം, സുഖം, സമാധാനം ലഭിക്കുക, അതുപോലെയുള്ള ഒരുപാട് നന്മകൾ, സന്താനങ്ങളുടെ വിവാഹം നടക്കുക, ഇതൊക്കെ നടക്കുന്ന സമയമാണ്. പിന്നീട് എടുത്തു പറയേണ്ട സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച, ഉന്നതി, നേട്ടമാണ്.
ധനകാരകനായ വ്യാഴത്തിൻ്റെ രാശിയിലേക്കാണ് ശനി വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ പൂർണ്ണമായി വിട്ടുമാറി ഒരുപാട് വലിയ സാമ്പത്തിക നേട്ടം, ഉയർച്ച, നന്മകളാണ് നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നത്. നാനാ വഴികളിൽ കൂടെ പണം നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന തരത്തിൽ നല്ല നല്ല അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകും. അതുപോലെ തന്നെ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കുടുംബത്തിലൊരു സന്തോഷം, സുഖം, സമാധാനം, കുടുംബാംഗങ്ങളുടെ ഇടയിൽ ഒരു അന്യോന്യം ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം. പലതരത്തിലുള്ള പ്രശ്നങ്ങളും വിട്ടുമാറും. കുടുംബത്തിൽ മംഗള കാര്യങ്ങൾ നടക്കുന്ന സമയവുമാണ്. നിങ്ങളുടെ വാക്കിന് തന്നെ മറ്റുള്ളവരുടെ ഇടയിൽ, അത് നിങ്ങൾ ജോലി ചെയ്യുന്നിടത്തിലാണെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലും ദാമ്പത്യ ജീവിതത്തിലും കുടുംബാംഗങ്ങളുടെ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ വാക്കിനൊരു നിലയും വിലയും ഒരു മതിപ്പും ലഭിക്കുന്ന കാലത്തിൻ്റെ ആരംഭവുമാണ്. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു മഹാശനിമാറ്റം നിങ്ങളുടെ ജീവിതത്തെ അടിമുടി മാറ്റും എന്നുള്ളത് ഉറപ്പാണ്. അത്രമേൽ നല്ല രീതിയിലാണ് ഈ ഒരു മഹാശനിമാറ്റം നിങ്ങൾക്ക് സംഭവിക്കുന്നത്. അതും നിങ്ങളുടെ പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെയും ധനകാരകനുമായ വ്യാഴത്തിൻ്റെ രാശിയായ മീനത്തിലേക്കുള്ള ശനിയുടെ രാശിമാറ്റം അത്രമേൽ നിങ്ങൾ വൃശ്ചികം രാശിക്കാർക്ക് അത്യുത്തമമാണ്. എല്ലാവിധ നന്മകളും ഈ കാലഘട്ടത്തിൽ വന്നു ചേരും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് ഗുണഫലങ്ങൾ ഈ ശനിമാറ്റം നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സമയം നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്വന്തം ജനന ജാതകവും കൂടെ നോക്കി ശനിയുടെ ഭാവവും സ്ഥാനവും ഒക്കെ മനസ്സിലാക്കുക. അങ്ങനെ മുന്നോട്ട് പോയാൽ അത്യുത്തമമായ ഫലങ്ങൾ അനുഭവത്തിൽ വരും. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മകരം രാശിക്കാരായ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ സൗഭാഗ്യ കാലഘട്ടമാണ് ആരംഭിക്കുവാൻ പോകുന്നത് ഈ ശനിമാറ്റത്തോടുകൂടി. കഴിഞ്ഞ ഒരു 7-8 വർഷക്കാലമായി ജീവിതത്തിൽ അനുഭവിച്ചു വന്നിരുന്ന എല്ലാ ദുഃഖ ദുരിതങ്ങളും കഷ്ടതകളും പൂർണ്ണമായിട്ട് വിട്ടൊഴിയുന്ന സമയമാണ് മകരം രാശിക്കാരെ സംബന്ധിച്ച്. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും കാലം നിങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങൾക്ക് നേർവിപരീതമായ ഫലം, അത്രമേൽ ഗുണഫലമായ നന്മകൾ ലഭിക്കുന്ന കാലഘട്ടം. മകരം രാശിക്കാരെ സംബന്ധിച്ച് ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ ഈ ശനിമാറ്റം നിങ്ങളെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ഗോപുരത്തിൻ്റെ ഉച്ചിയിലെത്തിക്കും എന്ന് പറയുന്നത് പോലെ സർവ്വശ്രേഷ്ഠമായ ഫലങ്ങളായിരിക്കും അനുഭവത്തിൽ ലഭിക്കുക. പല മകരം രാശിയിൽപ്പെട്ട ഉത്രാടം, തിരുവോണം നക്ഷത്രം ജനിച്ചവർ വിചാരിച്ചിരിക്കുന്നത് ഇനി മുന്നോട്ടൊരു ജീവിതമില്ല, അല്ലെങ്കിൽ ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോയി, ഇനി പഴയതുപോലൊരവസ്ഥയിലേക്ക് എത്താൻ സാധിക്കില്ല. കാരണം ആരെയും കുറ്റം പറയാൻ സാധിക്കില്ല. നമ്മൾ ഓരോ മനുഷ്യരും നമ്മുടെ ജീവിതത്തിലെ പ്രസൻറ്റ്, ഇപ്പോഴെന്താണോ നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് അതിനെ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമേ ജീവിതത്തെ വിലയിരുത്തുകയുള്ളൂ. അതിന് നമുക്ക് ആരെയും കുറ്റം പറയാൻ സാധ്യമല്ല. പക്ഷെ നിങ്ങൾ മകരം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് മുന്നോട്ട് സംഭവിക്കുവാൻ പോകുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ പഴയതിനേക്കാട്ടിൽ നല്ല രീതിയിൽ ജീവിതത്തിൽ മുന്നോട്ട് വരും. നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയതിനേക്കാട്ടിൽ കൂടുതൽ ജീവിതത്തിൽ നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന കാലത്തിൻ്റെ ആരംഭമാണ് മുന്നോട്ട് വരാൻ പോകുന്നത്. കഴിഞ്ഞ ആ ഒരു ഇരുണ്ട കാലഘട്ടം, ആ മരുഭൂമിയിൽ കൂടെ നടന്നതുപോലെയുള്ള അവസ്ഥ നിങ്ങളെ വിട്ടുമാറുന്നു. ഒരു പച്ചപ്പ് നിങ്ങളിലേക്ക് എത്തുന്ന സമയമാണ്. ജീവിതത്തിൽ സർവ്വൈശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും നിങ്ങൾ മകരം രാശിക്കാർക്ക് ലഭിക്കും. നല്ല ജോലിയിൽ നല്ല ഉയർച്ച, നല്ല മാറ്റങ്ങൾ, ഒരുപാട് സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധി, ധനവരവ് ഒക്കെ വന്നു ചേരും. രോഗദുരിതങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കും. സ്വന്തമായി ഭൂമി, ഗൃഹ ലാഭങ്ങൾ ഉണ്ടാകും. വണ്ടി വാഹന യോഗങ്ങൾ വന്നു ചേരും. ജീവിതത്തിൽ അവരവരുടെ കഴിവുകൾക്കും ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് നല്ല ഉയർച്ചയിലെത്തുന്ന സമയം, ജീവിതത്തിൻ്റെ മുന്നേറ്റ കാലഘട്ടം എന്ന് പറയുന്ന തരത്തിലായിരിക്കും. ധാരാളം ശുഭച്ചിലവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് ഈ ഒരു മഹാശനിമാറ്റം നൽകുന്നത്. ശുഭച്ചിലവുകൾ എന്ന് പറഞ്ഞാൽ സ്വന്തമായി ഭൂമി വാങ്ങുന്ന ശുഭച്ചിലവാണ്, സ്വന്തമായൊരു വീട്, ഗൃഹം നിർമ്മിക്കുന്ന ശുഭച്ചിലവുകളാണ്, മംഗളകരമായ വിവാഹം നടക്കുന്ന ശുഭച്ചിലവുകളാണ്, വിദേശ ജോലി, വിദേശവാസം, ഇതൊക്കെ ശുഭച്ചിലവുകളിൽ വരും. ഈ ശുഭച്ചിലവുകൾ ജീവിതത്തിൽ നടക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ധനവരവ്, ഒരു പണസമ്പാദനം നമ്മളിലേക്ക് വരികയും വേണം. അത്രമേൽ നിങ്ങളെ സംബന്ധിച്ച് സൗഭാഗ്യം നൽകുന്ന കാലഘട്ടമാണ്. മനസ്സിലെ വിഷമങ്ങൾ, ആശയക്കുഴപ്പങ്ങൾ, സ്വസ്ഥതക്കുറവ് എല്ലാം പൂർണ്ണമായിട്ട് വിട്ടുമാറും. നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ പൂർണ്ണതയിലെത്തുന്ന സമയം എന്ന് തന്നെ പറയാം. നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന എല്ലാ പ്രശ്നങ്ങളും വിട്ടുമാറും. സന്തോഷം, സുഖം, സമാധാനം, നല്ല ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം ഒക്കെ ലഭിക്കുന്ന തരത്തിൽ നല്ല നല്ല അനുഭവങ്ങൾ മകരം രാശിക്കാർക്കുണ്ടാകും. നഷ്ടപ്പെട്ടു പോയി എന്ന് നിങ്ങൾ കരുതിയിരുന്നതിനേക്കാട്ടിൽ കൂടുതൽ അതിൻ്റെ ഇരട്ടി 10 മടങ്ങ് നിങ്ങളിലേക്ക് വന്നെത്തുന്ന കാലഘട്ടമാണ് മകരം രാശിക്കാരെ സംബന്ധിച്ച്. പലർക്കും സ്വന്തം കിടപ്പാടം വരെ ഒരു ജപ്തിയുടെ വക്കിലേക്ക് എത്തിയവരുണ്ട്. അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മാറ്റമുണ്ടാകും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഭൂമി വിൽക്കാനുള്ളവരാണെങ്കിൽ ആ ഭൂമി വിറ്റ് നിങ്ങളുടെ
കടബാധ്യതകൾ പരിഹരിക്കാൻ സാധിക്കും. അതുപോലെ സ്വന്തമായി ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കും. എത്ര വലിയ കടബാധ്യതകൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ കൂടെ കടന്നു പോകുന്നവരാണെങ്കിലും അതിനെയൊക്കെ മറികടന്ന് ജീവിതത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് വരാൻ തക്ക തരത്തിൽ നിങ്ങൾക്ക് പണസമ്പാദനം, സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച, ഉന്നതി നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും. ഈ കഴിഞ്ഞ ഒരു 7 വർഷം മകരം രാശിക്കാരായി നിങ്ങൾ ഓരോരുത്തരും നോക്കിയാൽ നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിച്ചതുപോലെയല്ല ഒന്നും സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾ സ്വപ്നത്തിൽ പോലും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ നടക്കുമെന്ന് കരുതാത്ത പല കാര്യങ്ങളുമാണ് പലർക്കും സംഭവിച്ചിരിക്കുന്നത്. പലർക്കും പലരെയും നഷ്ടപ്പെട്ടു. വളരെ നല്ല രീതിയിൽ നിന്ന് ജീവിതം തീരെ താഴെ നിലയിൽ വരെ എത്തി. പലതരത്തിലുള്ള അപമാനങ്ങൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, വിശ്വാസവഞ്ചനകൾ, അങ്ങനെ പല തരത്തിലാണ് നിങ്ങൾ അനുഭവിച്ചത്. ഇതൊന്നും നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരുന്നു. അതാണ് സമയദോഷം വരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നത്. ഇപ്പോൾ സമയം നല്ലതാകുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് അതുപോലെ നല്ല നേട്ടങ്ങളും മാറ്റങ്ങളും ഗുണഫലങ്ങളും മകരം രാശിക്കാർക്ക് അനുഭവത്തിൽ വരും. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ സൗഭാഗ്യ സമയമാണ്. ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട, ധൈര്യമായി മുന്നോട്ട് പോകാം. ഈ സമയം മകരം രാശിയിൽപ്പെട്ട ഓരോരുത്തരും സ്വന്തം ജനന ജാതകം കൂടെ നോക്കി, ജാതകവശാൽ ശനിയുടെ സ്ഥാനം, ഭാവം, അതുപോലെ ശനി ദശ നടക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് ഉത്തമമാണ്. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങൾ മകരം രാശിക്കാർക്ക് സർവൈശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും ഈ ശനിമാറ്റം നൽകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി.